ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പം നല്ല കുത്തരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് ചോറ് വെച്ചു. കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ 3 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്, ഉച്ചക്കേക്ക് മാത്രം. പിന്നെ വെറും ഉച്ചയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, രാത്രി ഒന്നും വേണ്ട, നമുക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഉണക്കമീൻ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഉണക്കമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ടു. അതിന് ശേഷം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുത്ത കൂട്ടും അതിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പച്ചമുളക് എടുത്തു എരിവിനനുസരിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് വാളംപുളി വെള്ളം ചേർക്കുന്നുണ്ട്. അതെങ്ങനെ അടുപ്പത്ത് മൂടി വെച്ച് ചട്ടിയിലാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചട്ടിയിൽ വെച്ചാൽ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നത്തോലി ഉണ്ടല്ലോ, അത് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് കറിയൊക്കെ തിളവന്ന് ആയിട്ടുണ്ട്. പിന്നെ ചോറും ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ പൊരിക്കാൻ വെക്കലാണ്. അപ്പോൾ നത്തോലിയും വറുക്കാൻ വെച്ചു. എങ്ങനെയോ ഒരു ചെമ്മീൻ വന്ന് പെട്ടു കേട്ടോ. പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയർ കറിയാണിത്. തേങ്ങ അരച്ച് മുളപ്പിച്ച ചെറുപയറാണ്. അപ്പം അതും ഒന്ന് ചൂടാക്കി ഇനി ചോറ് വിളമ്പട്ടെ. അങ്ങനെ ചോറ് കറി എല്ലാം സെറ്റായി നമ്മൾ കഴിക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഉണക്കമീനില്ലാണ്ട് എന്ത് അല്ലേ. 2 ദിവസമായി മീനൊന്നും ഇവിടെ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉണക്കമീൻ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണക്കമീൻ. അങ്ങനെ ഉണക്കമീനും നെത്തോലി ഫ്രൈയും ചെറുപയറൊക്കെ കൂട്ടി കഴിക്കാം. നമ്മളൊക്കെ മീൻ വയ്ക്കുന്നത് കുറച്ച് മഞ്ഞ കളറായിരിക്കും കേട്ടോ നമ്മൾ കറിക്കൊക്കെ. അത് മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർക്കുന്നതുകൊണ്ടാണ്. പിന്നെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടികളാണ് യൂസ് ചെയ്യുന്നത്. മാംഗ്ലൂർ ഭാഗത്തൊക്കെ അവർ മുളകും അതുപോലെ തന്നെ മല്ലിയൊക്കെ അരക്കുകയാണ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മോക്കൊരാഗ്രഹം പാൻ കേക്ക് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ പാൻ കേക്കിൻ്റെ പണിപ്പുരയിലാണ്. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അതിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് പഴം ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴം ചേർത്താൽ നല്ല ആ ഒരു ഫ്ലേവർ കിട്ടും. മുട്ടയുടെ മണമൊന്നും അങ്ങനെ ഉണ്ടാവില്ല, പഴത്തിൻ്റെ മണം തന്നെയാണ് കിട്ടുന്നത്. മുട്ട ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. മുട്ടയില്ലാത്തവർക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിയാണ് നല്ലത്. സാധാരണ ആൾക്കാർ മൈദയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഗോതമ്പ് പൊടി ആകുമ്പം കൂടുതൽ നല്ലതല്ലേ ഹെൽത്തിന്. എന്നിട്ടൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ കൂട്ട് പാൻ കേക്കിൻ്റെ കൂട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇത് ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ പാൻ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത് മാംഗ്ലൂരിലെ മാളിലെ ചക്ക ഫെസ്റ്റിവലിലേക്കാണ് കേട്ടോ. ഈ ചക്ക സീസണായ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മഴ കുറച്ചൊന്ന് വിട്ട് മാറി നിന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാനും പറ്റി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും പറ്റി. ഇല്ല മെയിനായിട്ട് മാംഗ്ലൂരിൽ ചക്ക സീസൺ എന്ന് പറയുമ്പോൾ ഇവർ ചക്ക പപ്പടം ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്, പക്ഷേ അതിന് പൊള്ളുന്ന വിലയാണ്. ചക്ക ചിപ്സ്, ചക്ക ഐസ്ക്രീം, ചക്ക ജ്യൂസ്, ചക്ക ഹൽവ, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മാംഗ്ലൂരിൽ കണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരൊക്കെ നമ്മുടെ നാടൻ ഫുഡുണ്ടല്ലോ, ഇവരുടെ നാടൻ ഫുഡുണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നവരാണ്.
അത് ചക്ക പപ്പടത്തിന് എത്ര പൈസ? പിന്നെ ഇവിടുത്തെ പ്രധാന ഐറ്റം ചക്ക ഹോളികയാണ് കേട്ടോ. ചക്ക ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോളിക വാങ്ങി, പിന്നെ വേറെ കുറേ സാധനങ്ങൾ ചക്ക ഹലുവൊക്കെ വാങ്ങി. പക്ഷേ അത് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ചക്ക ഹോളിക അടിപൊളിയായിരുന്നു. ഈ ഹോളിക എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ബോളിയില്ലേ, അങ്ങനെ എന്തോ പറയില്ലേ, കണ്ണൂരൊന്നും അങ്ങനെ കിട്ടാനില്ല. അപ്പോൾ ആ ഒരു സംഭവമാണിത്. സാധാരണ പരിപ്പ് വെച്ചൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ അവർ പഴുത്ത ചക്ക വെച്ചിട്ട് അങ്ങനെ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. അപ്പം മാംഗ്ലൂരിലെത്തി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാനിനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതൊക്കെ കാണാനും അറിയാനും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.